ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 10ാം സീസണിലെ ഫൈനൽ കളിക്കാനായിട്ട് പോകുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ മുംബൈ സിറ്റി എഫ് ആയിരിക്കും. ഇക്കഴിഞ്ഞു പോയ ഷീൽഡ് മത്സരത്തിലും മോഹൻ ബഗാനും മുംബൈയും തന്നെയായിരുന്നു ഏറ്റുമുട്ടിയത്. അതിൽ മുംബൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മോഹൻ ബഗാൻ ഷീൽഡ് സ്വന്തമാക്കിയെങ്കിൽ വീണ്ടും ഇവർ തന്നെ ഫൈനൽ മത്സരം കളിക്കാനായിട്ട് പോവുകയാണ്. കപ്പ് ആര് നേടും? ഇത് തന്നെയാണ് വലിയ ചോദ്യചിഹ്നം. മോഹൻ ബഗാൻ കപ്പ് നേടുകയാണെങ്കിൽ അവരുടെ ഡബിൾ ആയിരിക്കും അവർ പൂർത്തിയാകാൻ പോകുന്നത്. അതല്ല, ഇനി ഷീൽഡ് നേടിയതിന്റെ പ്രതികാരമായിട്ട് മുംബൈ സിറ്റി വിജയം സ്വന്തമാക്കുകയും കപ്പ് നേടുകയും ചെയ്യുമോ എന്ന കാര്യമെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മുംബൈയുടെ ഒരു ഡോമിനേഷൻ തന്നെ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. മുംബൈക്ക് വേണ്ടിയിട്ട് ലാലിൻ സുവാല ചാക്തയും അതുപോലെ തന്നെ പെരേര ഡയസുമായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ പല തിരിച്ചടിയും മുംബൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ തിരിച്ചടികളെല്ലാം തന്നെ അടുത്ത ഫൈനൽ മത്സരത്തിലായിരിക്കും മുംബൈക്ക് ബാധിക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വളരെയധികം ആവേശകരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ലാലിൻ സുവാല ചാങ്തയും അതുപോലെ പെരേര ഡിയാസുമായിരുന്നു മുംബൈക്ക് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. അഗ്രേഡ് സ്കോറിൽ 5-2 എന്ന രീതിയിലായിരുന്നു മുംബൈ സിറ്റി ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഈ മത്സരത്തിൽ വളരെ മികച്ചൊരു ഗോൾ നേടിയ താരം നമ്മുടെ ലാലിൻ സുവാല ചാങ്ത തന്നെയായിരുന്നു. വളരെ മികച്ച ഡ്രിബിളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരേണ്ടി പോകുന്ന ഈ ഫൈനൽ മത്സരത്തിൽ പെരേര ഡിയാസ് കളിക്കില്ല. കാരണം അനാവശ്യമായിട്ട് അദ്ദേഹം ഒരു യെല്ലോ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു റെഫറിയോട് തർക്കിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്ത മത്സരം നഷ്ടമാകും. ഫൈനൽ മത്സരം ഗോളെല്ലാം നേടിയെങ്കിലും അടുത്ത ഫൈനൽ മത്സരം കളിക്കാൻ സാധിക്കാത്തത് വലിയൊരു നിരാശ തന്നെയായിരിക്കും ഡയസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന്റെ കയ്യിരിപ്പിന്റെ ഭാഗമായിട്ട് ലഭിച്ചൊരു യെല്ലോ കാർഡും സസ്പെൻഷനും തന്നെയാണ്. അതുപോലെ അവരുടെ ഒരു വിദേശ മിഡ്ഫീൽഡർക്കും ഒരു യെല്ലോ കാർഡ് സസ്പെൻഷൻ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ട് വിദേശ താരങ്ങളെ മുംബൈ സിറ്റിക്ക് ഫൈനൽ മത്സരത്തിൽ കളിപ്പിക്കാൻ സാധിക്കില്ല. എന്തായാലും മോഹൻ ബഗാനെതിരെയാണ് മുംബൈ ഇറങ്ങാനായിട്ട് പോകുന്നത്. വളരെയധികം ആവേശകരമായ മത്സരം തന്നെയായിരിക്കും. അങ്ങനെ അഗ്രിഗേറ്റ് സ്കോറിൽ 5-2 എന്ന രീതിയിലായിരുന്നു മുംബൈ സിറ്റി ഇന്നത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ വീണ്ടും മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് മത്സരം എത്തുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്